Hey guys, welcome back to the channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബാർ കോഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു 2 പാർട്ട് സീരീസ് ആയിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അടുത്തൊരു വേറെ വീഡിയോ ഉണ്ട്, അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ബാർ കോഡ്സിനെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാനാണെങ്കിൽ ഒരു കാപ്പോയിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയാൽ അത് നല്ലപോലെ മനസ്സിലായാൽ ഇന്നത്തെ ഈ വീഡിയോ ഈ ബാർ കോഡ്സ് മനസ്സിലാക്കാനും കുറച്ചുകൂടി എളുപ്പമാവും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബാർ കോഡ്സ് എന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ രീതിയിൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞ ബാർ കോഡ്സ് വേറെ കോഡ്സ് പോലെ തന്നെയാണ്, പക്ഷെ ബാർ കോഡ്സ് മൂവബിൾ കോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഗിറ്റാറിൻ്റെ ഫ്രെഡ് ബോർഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് കോഡ് വേണമെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ ഒരു ഫ്രെറ്റിലെ എല്ലാ സ്ട്രിങ്സിനെയും ബാർ ചെയ്യും ഇങ്ങനെ. എന്നിട്ട് അടുത്ത ഈ 3 ഫിംഗേഴ്സ് നമ്മൾ ഓപ്പൺ ഷേപ്പ് കോഡ് പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ ഓപ്പൺ ഷേപ്പ് കോഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പൺ ഷേപ്പ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാർ കോഡ് ഫോം ചെയ്യണത്. സിമ്പിൾ മെക്കാനിസമാണ്. ഫസ്റ്റ് ഫിംഗർ എല്ലാ സ്ട്രിങ്സിനെയും ബാർ ചെയ്യും ഒരു ഫ്രെറ്റിൽ. അടുത്ത 3 ഫിംഗേഴ്സ് ഒരു ഓപ്പൺ ഷേപ്പ് കോഡ് പ്ലേ ചെയ്യും. അപ്പോൾ ഈ ബാർ കോഡ്സ് 2 കാറ്റഗറിയിലുണ്ട്. ഒന്ന് 6 സ്ട്രിങ് റൂട്ട് കോഡും ഒന്ന് 5th സ്ട്രിങ് റൂട്ട് കോഡും. ഇനി 4 മേജർ ടൈപ്പ് അല്ലെങ്കിൽ 4 എസെൻഷ്യൽ ബാർ കോഡ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന് 6 സ്ട്രിങ് റൂട്ടിൽ 2 കോഡ് ഷേപ്പ് ഉണ്ട്, ഒരു മേജർ കോഡ് ഒരു മൈനർ കോഡ്. അടുത്തത് 5th സ്ട്രിങ് റൂട്ട് നോട്ടിലുള്ള 2 കോഡ് ഷേപ്പ്, അത് ഒരു മേജർ കോഡും ഒരു മൈനർ കോഡും. ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സമ്മറിയാണ്, നിങ്ങൾക്ക് ബാർ കോഡ്സ് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ബാർ കോഡ് ബിൽഡ് ചെയ്യണത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫോം ചെയ്യണത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 6 സ്ട്രിങ് റൂട്ട് കോഡ് നോക്കാം ആദ്യം. അപ്പോൾ ഈ 6 സ്ട്രിങ് റൂട്ട് കോഡ് എന്തിനു പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ 6 സ്ട്രിങ്ങിലാണ് ആ റൂട്ട് നോട്ട് വരുന്നത്. അപ്പോൾ ഈ 6 സ്ട്രിങ്ങിലെ റൂട്ട് നോട്ട് നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട് അറിയാമെങ്കിൽ ആ കോഡ് ഏതെന്നും പറയാൻ പറ്റും. അതുപോലെ അങ്ങനെയാണ് 6 സ്ട്രിങ് റൂട്ട്. അതുപോലെ തന്നെ 5th സ്ട്രിങ് റൂട്ട് കോഡും ഉണ്ട്. അതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ 5th സ്ട്രിങ്ങിൻ്റെ നോട്ട്സ് അറിയാമെങ്കിൽ ആ കോഡ് ഏതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ 6 സ്ട്രിങ് റൂട്ട് കോഡ്സിൽ 2 ഷേപ്പ് ഉണ്ട്. ഒന്ന് മേജർ ഷേപ്പ് ഉണ്ട്, ഒന്ന് മൈനർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ മേജർ ഷേപ്പിനെ പറയുന്നത് ഇ മേജർ ഷേപ്പ് കോഡാണ്. അപ്പോൾ ആദ്യത്തെ ഷേപ്പ് ഇ മേജർ ഷേപ്പ്, രണ്ടാമത്തെ ഷേപ്പ് ഇ മൈനർ ഷേപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ 6 സ്ട്രിങ് റൂട്ട് മേജർ ഷേപ്പ് നോക്കാം. അപ്പോൾ ഈ മേജർ ഷേപ്പ് ഫോം ചെയ്യണത് നമ്മൾ ഈ നോർമൽ ഇ മേജർ കോഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇ മേജർ കോഡ് അറിയാമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇ മേജർ കോഡ് പ്ലേ ചെയ്യണം. അപ്പോൾ ഈ ഇ മേജർ ഈ കോഡ് പറയണത് നമ്മളെ ഈ ആണ് റൂട്ട് നോട്ട്. അപ്പോൾ ഈ റൂട്ട് നോട്ട് ആയതുകൊണ്ടാണ് ഇത് ഇ മേജർ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെയിം ഇ മേജർ ഷേപ്പ് തന്നെ എടുക്കാം, പക്ഷെ നമ്മൾ അടുത്ത് ഈ ഫിംഗേഴ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും 3rd ഫിംഗറുമാണ്. അപ്പോൾ ഈ ഫിംഗേഴ്സ് ഞാൻ റീപ്ലേസ് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ഫിംഗർ ഇരുന്നിടത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് ഫിംഗർ വയ്ക്കും. സെക്കൻഡ് ഫിംഗർ ഇരുന്നിടത്ത് ഞാൻ എൻ്റെ 3rd ഫിംഗർ വയ്ക്കും. 3rd ഫിംഗർ ഇരുന്നിടത്ത് ഞാൻ എൻ്റെ 4th ഫിംഗർ വയ്ക്കും. അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് ഫിംഗർ ഫ്രീ ആയി. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിംഗർ ഫ്രീ ആയി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കോഡ് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത ഈ മേജർ കോഡ് ഇത് ഞാൻ എല്ലാം ഒരു ഫ്രെറ്റ് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മളെ ഈ മേജർ ഇങ്ങനെ ഇരുന്നത് നമ്മളെല്ലാം ഒരു ഫ്രെറ്റ് മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഈ ഫ്രെറ്റ് ഫ്രീ ആയി. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ ഈ ഫ്രെറ്റിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇതാണ് ഒരു ഇ മേജർ ഷേപ്പ് ബാർ കോഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത കോഡ് എഫ് മേജർ കോഡാണ്. അപ്പോൾ ഈ എഫ് മേജർ കോഡ് പറയേണ്ട കാരണം നമ്മളെ ഈ ഫസ്റ്റ് ഫിംഗർ പ്രസ് ചെയ്തിരിക്കുന്ന ഈ 6th സ്ട്രിങ്ങിലെ നോട്ട് എഫ് ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഈ സെയിം ഇവിടെ വെച്ച് പ്ലേ ചെയ്താൽ ഇതൊരു ഇ മേജർ കോഡാണ്. നമ്മളെ ഈ നട്ടാണ് നമുക്കൊരു ബാർ പോലെ ഇവിടെ ആക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ഈ നട്ടിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സെയിം കാര്യം നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെച്ച് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഫിംഗർ 6 സ്ട്രിങ് ഏറ്റവും ടോപ്പ് സ്ട്രിങ്ങിലെ എഫ് എന്നുള്ളൊരു നോട്ടിനെ ഇങ്ങനെ പ്രസ് ചെയ്യണോണ്ടാണ് ഇത് എഫ് മേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേജർ കോഡ് ഷേപ്പ് മൂവബിൾ ആണ്.
ഇപ്പോൾ ഞാൻ അതിന് ഒരു സ്റ്റെപ്പ് എല്ലാ ഫിംഗേഴ്സിനെയും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയാൽ ഇതൊരു എഫ് മൈനറായി. അപ്പോൾ എല്ലാ ഫിംഗേഴ്സും ഞാൻ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ ഇതൊരു ജി മേജർ കോഡായി. അപ്പോൾ ഈ കോഡ് നെയിം നമ്മൾ പറയണത് നമ്മളെ ഈ റൂട്ട് നോട്ട് അനുസരിച്ചാണ്. ഏത് 6 സ്ട്രിങ്ങിലെ നോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്യണത്, ആ ഒരു നോട്ടിൻ്റെ നെയിം ആയിരിക്കും ആ കോഡിന് വരുന്നത്. അപ്പോൾ ഇതൊരു ജി മേജർ കോഡായി. അപ്പോൾ ഇതൊരു ഇ മേജർ ഷേപ്പാണ്. ഈ ഒരു ഇ മേജർ ഷേപ്പ് മൂവബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തത് വേറെ ഒന്നുമല്ല, നമ്മൾ റെഗുലർലി പ്ലേ ചെയ്യണ ഇ മേജർ അതിൻ്റെ ഫിംഗേഴ്സ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ നമ്മളെ നോർമലി ഇരിക്കുന്ന ഫിംഗേഴ്സിനെ മാറ്റിയിട്ട് നമ്മൾ സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്തു. എന്നിട്ട് അതെല്ലാം ഒരു ഫ്രെറ്റ് മുന്നോട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മളെ ഫസ്റ്റ് ഫ്രെറ്റ് ഇവിടെ പ്ലേസ് ചെയ്തു. ഇതാണ് ഒരു എഫ് മേജർ, ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഷേപ്പ് മൂവബിൾ ആണ്. ഈ എവിടെ വേണമെങ്കിലും ഫ്രെറ്റ് ബോർഡിൽ എവിടെ വേണമെങ്കിലും ഈ ഷേപ്പ് മൂവ് ചെയ്യാം. എന്നിട്ട് ആ കോഡിൻ്റെ പേര് വരുന്നത് നമ്മൾ 6 സ്ട്രിങ്ങിൽ ഏത് നോട്ടിനെയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യണേ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോഡിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതൊരു എ മേജർ കോഡാണ്. എ മേജർ കോഡായത് 5th ഫ്രെറ്റിലെ 6 സ്ട്രിങ് എ നോട്ട് ആയതുകൊണ്ടാണ് ഇതൊരു എ മേജർ കോഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ 6 സ്ട്രിങ് റൂട്ടിൽ ഒരു കോഡ് ഷേപ്പ് കൂടിയുണ്ട്, അത് മൈനർ കോഡ് ഷേപ്പാണ്. അപ്പോൾ അതും ഇങ്ങനെയാണ്. നമ്മൾക്ക് ഇ മൈനർ കോഡുണ്ട്. അപ്പോൾ ആ ഇ മൈനർ കോഡ് നമ്മൾ ഇങ്ങനെയാണ് പ്ലേ ചെയ്യണത്. അപ്പോൾ ഈ ഫിംഗേഴ്സ് ഞാൻ റീപ്ലേസ് ചെയ്യും. എൻ്റെ സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറും യൂസ് ചെയ്യേണ്ട പകരം ഞാനാണെങ്കിൽ എൻ്റെ തേർഡ് ഫിംഗറും ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്യും. എന്നിട്ട് ഈ കോഡ് ഞാൻ ഒരു ഫ്രെറ്റ് മുന്നോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെറ്റിൽ ഇങ്ങനെ ബാർ ചെയ്യും. അപ്പോൾ ഇതൊരു എഫ് മൈനർ കോഡാണ്. നമ്മളൊരു മൈനർ കോഡ് വെച്ചിട്ടാണ് ഈ ഒരു ബാർ കോഡ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഇതൊരു മൈനർ കോഡാവും, എഫ് മൈനർ. അപ്പോൾ ഇതൊരു എഫ് മൈനർ കോഡായി. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തിനാണ് നമ്മളെ ഫിംഗർ ഇവിടെ വയ്ക്കാത്തത്? കാരണം നമ്മളെ നോർമൽ ഇ മൈനറിൽ ഫസ്റ്റ് ഫ്രെറ്റ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരു ഫിംഗറും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ഫിംഗറും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ഫിംഗർ റീപ്ലേസ് ചെയ്യുമ്പം ഒരു ഫ്രെറ്റ് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്ത് നടുക്കിലത്തെ ഫ്രെറ്റ് ഫ്രീ ആണ്, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബാറിങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു എഫ് മൈനറാണ്. അപ്പോൾ ഈ കോഡ് ഷേപ്പ് മൂവബിൾ ആണ്. നമ്മൾ മേജറിൽ ചെയ്ത പോലെ തന്നെ ഈ കോഡ് ഷേപ്പ് മൂവബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത ഇതൊരു എ മൈനറായി. അപ്പോൾ ഇതൊരു എ മൈനർ കോഡാണ്. അപ്പോൾ ഇതൊരു എ മൈനർ കോഡ് പറയണത് നമ്മൾ ഈ ബാർ ചെയ്യണ 6 സ്ട്രിങ്ങിലെ നോട്ട് എ ആയതുകൊണ്ടാണ് ഇതൊരു എ മൈനർ കോഡ്. ഇപ്പോൾ ഞാൻ ഇത് തേർഡ് ഫ്രെറ്റിൽ ഞാൻ ഈ ബാർ ചെയ്തിട്ട് എൻ്റെ കോഡ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെച്ചാൽ ഇതൊരു ജി മൈനർ കോഡായി. അപ്പോൾ ഈ 2 കോഡ്സ് ആണ്, അല്ലെങ്കിൽ ഈ 2 മൂവബിൾ ഷേപ്പാണ് ഈ 6 സ്ട്രിങ് റൂട്ട് വെച്ച് നമ്മൾ പ്ലേ ചെയ്യണത്. ഒന്ന് നമ്മളെ മേജർ കോഡ്, എന്നിട്ട് ഈ മേജർ കോഡിനെ മൈനർ ആക്കണമെങ്കിൽ നടുക്കിലത്തെ ഫിംഗർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താൽ ഇതൊരു ജി മൈനറായി. ഈ നടുക്കിലത്തെ ഫിംഗർ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇതൊരു മേജറായി, ഇത് ലിഫ്റ്റ് ചെയ്താൽ ഇതൊരു മൈനർ കോഡായി. അപ്പോൾ ഈ 2 കോഡ്സാണ് 6 സ്ട്രിങ് റൂട്ട് വെച്ച് നമ്മൾ പ്ലേ ചെയ്യണത്. അപ്പോൾ ഈ കോഡ്സ് എല്ലാം മൂവബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് കോഡ് വേണമെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ അതാണ് ബാർ കോഡ്സിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് ഏത് കോഡ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇതൊരു നോർമൽ സി, അപ്പോൾ എനിക്ക് സി ഇവിടെയും പ്ലേ ചെയ്യാം. ഇങ്ങനെ മൂവബിൾ കോഡ് ഷേപ്പ് ഇരുന്നാൽ എനിക്ക് സി ഇവിടെയും പ്ലേ ചെയ്യാം. ഇങ്ങനെ അതാണ് ബാർ കോഡ്സിൻ്റെ മേജർ ബെനിഫിറ്റ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കോഡും നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് 6 സ്ട്രിങ് റൂട്ട് വെച്ച് പ്ലേ ചെയ്യുന്ന 2 കോഡ് ഷേപ്പ്. ഇനി അടുത്ത് 5th സ്ട്രിങ് റൂട്ടിലുള്ള 2 കോഡ് ഷേപ്പും ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞു തരാത്തത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 കോഡ് ഷേപ്പ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അത് ഈ 6 സ്ട്രിങ് റൂട്ട് വെച്ചിട്ടുള്ള കോഡാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാനാണെങ്കിൽ ഈ 5th സ്ട്രിങ്ങിലുള്ള 2 കോഡ് ഷേപ്പും പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഈ 2 കോഡ് ഷേപ്പുമാണ് 6
സ്ട്രിങ് റൂട്ട് വെച്ച് നമ്മൾ പ്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 സ്ട്രിങ്ങിൻ്റെ നോട്ട്സ് അറിയാമെങ്കിൽ ഈ 2 കോഡ് ഷേപ്പ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ ഇതൊരു എഫ് ആണ്, ഇതൊരു എഫ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ബാർ ഷേപ്പ് ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്ത് ഒരു എഫ് മേജർ. ഇനി ഈ നടുക്കിലത്തെ ഫിംഗർ ഞാൻ ലിഫ്റ്റ് ചെയ്താൽ ഇതൊരു എഫ് മൈനർ. അതുപോലെ തന്നെ ഇത് എഫ്, എഫ് ഷാർപ്പ്, ഇത് ജി, ജി ഷാർപ്പ്, ഇത് എ, ഇത് ബി ഫ്ലാറ്റ്, ഇത് ബി, ഇത് സി, ഇത് സി ഷാർപ്പ്, ഇത് ഡി, ഇത് ഇ ഫ്ലാറ്റ്, ഇത് ഇ. അപ്പോൾ 6 സ്ട്രിങ്ങിലെ നോട്ട്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇത് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതൊരു എഫ് ആണ്, ഇതൊരു എഫ് മേജറാണ്, ഇത് എഫ് ഷാർപ്പ്, ഇത് ജി, ഇത് ജി ഷാർപ്പ്, ഇത് എ, ഇത് ബി ഫ്ലാറ്റ്, ഇത് ബി, സി, സി ഷാർപ്പ്, ഡി, ഇ ഫ്ലാറ്റ്, പിന്നെ ഇ വീണ്ടും. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ മൈനർ, എഫ് മൈനർ, എഫ് ഷാർപ്പ് മൈനർ, ജി മൈനർ, ജി ഷാർപ്പ് മൈനർ, എ മൈനർ, ബി ഫ്ലാറ്റ് മൈനർ, ബി മൈനർ, സി മൈനർ, സി ഷാർപ്പ് മൈനർ, ഡി മൈനർ, ഇ ഫ്ലാറ്റ് മൈനർ, ഇ മൈനർ. അപ്പോൾ ഈ 6 സ്ട്രിങ്ങിൻ്റെ നോട്ട്സ് വെച്ചാണ് നമ്മൾ ഈ 6 സ്ട്രിങ് കോഡ് ഷേപ്പ് പ്ലേ ചെയ്യുന്നത്. ഒരു മേജർ ഷേപ്പ്, ഒരു മൈനർ ഷേപ്പ്. എന്നിട്ട് ഡിഫറൻസ് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ മിഡിൽ ഫിംഗർ ലിഫ്റ്റ് ചെയ്താൽ ഇതൊരു മൈനർ ഷേപ്പായി, നമ്മൾ ആ മിഡിൽ ഫിംഗർ പ്ലേസ് ചെയ്താൽ അതൊരു മേജർ ഷേപ്പായി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ ഡൗട്ട്സ് ഇടാം. ഞാൻ അതിന് റിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ അതാണ് ബാർ കോഡ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാർ കോഡ്സ് പ്ലേ ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫിംഗറിങ് നമ്മൾ വെക്കുന്നത്, എങ്ങനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആ പ്രാക്ടീസ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ അത് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വീഡിയോസും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 6 സ്ട്രിങ് കോഡ് ഷേപ്സ് ഉണ്ടാവും, 2 6 സ്ട്രിങ് കോഡ് ഷേപ്പ്. ഇനി അടുത്ത് വരുന്ന ഒരു വീഡിയോയിൽ അതിൽ 2 കോഡ് ഷേപ്പ് ഉണ്ടാവും, നമ്മൾ 5th സ്ട്രിങ് വെച്ച് പ്ലേ ചെയ്യുന്ന കോഡ് ഷേപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് പറയാത്തത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് ചെയ്യാം, ഞാൻ അവിടെയും ഹെൽപ്പ് ചെയ്യാം.